ശശികലയെ മുൻനിർത്തി തമിഴ്നാട് രാഷ്ട്രീയം കൈപ്പിടിയിലൊതുക്കാൻ മോദിയുടെയും ബിജെപിയുടെയും നീക്കം. ജയലളിതയുടെ സംസ്കാര ചടങ്ങിൽ ശശികലയെ കൊണ്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്യിപ്പിച്ചതിലും പനീർശെൽവത്തെ അപ്രസക്തനാക്കി ശശികലയ്ക്ക് പ്രാമുഖ്യം നൽകിയതിലും മോദിയുടെ ഇടപെടലുണ്ടെന്നാണ് വിലയിരുത്തൽ. അധികം താമസിയാതെ ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തും. AIDMKയുടെ മുതിർന്ന നേതാക്കളുടെ എതിർപ്പിനിടയിലാണ് തമിഴ്നാട്ടിലെ ബിജെപി ഇടപെടൽ. ജയലളിതയ്ക്ക് ശേഷം തമിഴ്നാട് രാഷ്ട്രീയം എങ്ങോട്ടെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. പനീർശെൽവത്തെ നിഴലിൽ നിർത്തി ശശികലയെ അധികാര കേന്ദ്രമാക്കി AIADMKയിൽ പിടിമുറുക്കുകയാണ് ബിജെപിയുടെ തന്ത്രം. ജയലളിതയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്തും സംസ്കാര ചടങ്ങുകളിലും ശശികലയും കുടുംബാംഗങ്ങളുമായിരുന്നു സജീവ നേതൃത്വം വഹിച്ചത്. അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശികലയെ ആശ്വസിപ്പിച്ചതിനു ശേഷം വേദിയിലിരുന്ന ഭർത്താവ് നടരാജനുമായി സംസാരിച്ചിരുന്നു. ശശികലയെ ഉപയോഗിച്ച് അരനൂറ്റാണ്ട് നീണ്ട ദ്രാവിഡ രാഷ്ട്രീയത്തിന് മുനിയൊടിക്കാനാണ് ബിജെപി കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത്. അപ്പോളോ ആശുപത്രിയിൽ ജയലളിതയുടെ മരണവിവരം സ്ഥിരീകരിച്ച ഉടനെ AIADMK നേതാക്കളുമായി ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം ബന്ധപ്പെട്ടതായാണ് വിവരം. ശശികല വഴിയായിരുന്നു ആശയവിനിമയം. BJP നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ജയലളിത മരിച്ച രാത്രിയിൽ തന്നെ പനീർശെൽവത്തിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്. AIADMKയുടെ മുതിർന്ന നേതാക്കളായ തമ്പിദുരൈ, പഴനിവേൽ, മുഖ്യമന്ത്രി പനീർശെൽവം തുടങ്ങിയവർക്കെല്ലാം ശശികലയുടെ നീക്കങ്ങളിൽ എതിർപ്പുണ്ടെങ്കിലും പരസ്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി പോയസ് ഗാർഡനിൽ അവരോധിച്ച് അധികാര കേന്ദ്രമാക്കുന്ന ബിജെപിയുടെ നീക്കം വിജയിക്കുമോ എന്നതനുസരിച്ചായിരിക്കും AIADMKയുടെ ഭാവി. ന്യൂസ് ബ്യൂറോ, ചെന്നൈ.